രക്ഷിച്ചി നമുക്കൊരു പായസം ഉണ്ടാക്കിയല്ലോ. ഓ, അടപ്പായസം ഉണ്ടാക്കാം. അല്ലെങ്കിൽ പരിപ്പ് ഉണ്ടാക്കാം. രണ്ടും വേണ്ട, ഇത് വെച്ചുണ്ടാക്കാം. ഇത് വെച്ച് പായസവും കാണിച്ചുതരാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ഉരുളക്കിഴങ്ങ് പായസമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അത് കുക്കറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 2 വിസിൽ വരുന്നവരെ അടച്ച് വെച്ചൊന്ന് വേവിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞ ശേഷം അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. പായസത്തിലിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നന്നായി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ടും പാലല്ല, കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ്. ഈ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കുറച്ച് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കുറച്ച് ഉപ്പിടുന്നത്. ഞാനത് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് പാല് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്ര നേരം ഞാൻ പാലൊന്നും ഇളക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നന്നായിട്ട് പാലൊന്ന് ഇളക്കി കൊടുക്കുക. പാല് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്കിടാം. കുറച്ച് പീസുകളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും പായസത്തിലാകുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. അപ്പോൾ കുറച്ച് പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടയ്ക്കുക. എല്ലാം ഫുള്ളായിട്ട് ഉടയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടയ്ക്കുക. ഒന്നില്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചൊരു 2 മിനിറ്റ് തിളയ്ക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എല്ലാം വേവായതാണ്. നമുക്കിതൊന്ന് കുറുകി വരുന്നവരെ തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടാനാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ നന്നായി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. സമയത്ത് നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പായസം തിളച്ച് വരുന്നുണ്ട്. നല്ല കുറുകിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ഇട്ടിട്ട്, നെയ്യ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം. എനിക്ക് നെയ്യുടെ ടേസ്റ്റൊന്നും ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കുറവ് നെയ്യിട്ടത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാം. കമോൺ ഗൈസ്, ഫോളോ മീ. ചേച്ചി എന്താടി ഇത്? പായസം. രണ്ടുപേരും കുറേ നേരമായിട്ട് കണ്ടില്ല. എന്തായിരുന്നു? ഞങ്ങൾ അവിടെ പായസം ഉണ്ടാക്കി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെ ഉണ്ടോ. അടയാ? അട പോലൊരു സാധനം. അടയല്ല, കുറച്ച് വലിയ വലിയ പീസ്. വലിയ അടയാണ്. യെസ്, വലിയ അട. നിങ്ങളെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോ? ഓ, പറ്റും. ചൂടുണ്ടാവും. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്താന്ന് മനസ്സിലാവണ്ട. ടേസ്റ്റ് ഉണ്ടാ? സാധനങ്ങളൊക്കെ എടുത്ത് നോക്ക്. ഒന്നുമില്ല. പക്ഷെ അടന്റെ ടേസ്റ്റ് ഇല്ല, സേമിയയുടെ ടേസ്റ്റ് അല്ല. ഒന്ന് ഇളക്കി നോക്ക്. ഒന്നിന്റെ ഇളക്കി മറിച്ച് നോക്ക്. വല്ല കഷ്ണങ്ങളുണ്ടോ? നോക്കി എന്താണ് കഷ്ണങ്ങൾ ഗസ് ചെയ്യാൻ പറ്റണ്ട? കഷ്ണം ഗസ് ചെയ്യാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി സാധനം. പക്ഷെ അടയല്ല. അടയല്ല, കിഴങ്ങാ? ഉരുളക്കിഴങ്ങ്. അടിപൊളിയായിട്ടുണ്ടെടി. ഉരുളക്കിഴങ്ങ്. എനിക്ക് ഒന്നിന്റെ അടയുടെ സേമിയുടെ പരിപ്പിന്റെ ഒന്നിന്റെ ടേസ്റ്റ് വരുന്നില്ല. ടേസ്റ്റ് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ്. ഓക്കെ, പായസം എങ്ങനെയുണ്ട്? ശരിക്കും ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞിനും കൊടുക്കുക. അതല്ലേ? എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുമോ? പിന്നെ അടിപൊളി, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. യെസ്, ഉരുളക്കിഴങ്ങ് പായസം. ഉരുളക്കിഴങ്ങ് പായസം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്തിട്ട് വരാം അല്ലേ? ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.